ഹായ്, ഇന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് കാര്യം പറയാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു സ്റ്റാൻഡേർഡ് UCE മോഡൽ BS6 വണ്ടിയാണ്. ഇതിൻ്റെ കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്രേക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് ഈ ബ്രേക്ക് പൈപ്പ് കട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായി പോയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല വണ്ടിക്ക്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് അതിലുണ്ടായിരുന്ന പൈപ്പ്. ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഓസ് കട്ടായിക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ചെറിയൊരു ബെൻഡ് ഉണ്ട് സ്റ്റെം പൈപ്പിന്. അതേമാതിരി ട്യൂബ് കവർ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ പാർട്ട് ഈ പൈപ്പിൽ ഉരഞ്ഞിട്ട് പൊട്ടിയേക്കാണ് പൈപ്പ്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ഈ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മെറ്റൽ കോട്ടിങ് ഉണ്ടായിട്ട് വരെ അത് ഉരഞ്ഞ് പൊട്ടി. ഏകദേശം ഒരു 3500 രൂപ ഈ പൈപ്പിന് വില വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്തായാലും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നമുക്ക് ഈ ഫോർക്കിലത്തെ ഓയിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെം പൈപ്പിന് സ്ക്രാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഒരു 10,000 to 15,000 എന്തായാലും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുക. അതേമാതിരി ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ഇത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പൈപ്പ് മാറ്റേണ്ടി വന്നത്. ഏകദേശം 3,500 ഇതിന് വന്നു. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഓയിൽ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേമാതിരിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ.